അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ടു ജന്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൽ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ വിശകലനം ചെയ്യാം. ഒന്നാമത്തെ പ്രവർത്തനം ശരിക്ക് ശരി നൽകാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോന്നിനും 2 ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പം ശരിയായ ഉത്തരത്തിന് നേരെ മാത്രമാണ് നമ്മൾ ശരി അടയാളപ്പെടുത്തേണ്ടത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിശാജ് കൂടെ കൂടും, പിശാജ് അകന്നു പോകും എന്നാണ്. അപ്പോൾ ഏതാണ് ശരി? പിശാജ് അകന്നു പോകും എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 2ാമത്തെ ചോദ്യം. സ്വർഗത്തിൽ കടക്കാൻ മുഫ്ലിസാവണം, മുഅ്മിനാവണം. ഏതാണ് നമ്മൾ പഠിച്ചത്? മുഅ്മിനാവണം എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അവിടെ മുഅ്മിനാവണം എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 3ാമത്തത്. സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹം ഉണ്ടാകും, സ്നേഹം കുറയും. ഏതാണ് ശരി? സ്നേഹം ഉണ്ടാകും എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി 4ാമത്തെ ചോദ്യം. മാതാപിതാക്കളെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും, കൂട്ടുകാർ വെറുക്കും. ഏതാണ് ശരി? അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി അവസാനത്തെ ഒരു ചോദ്യമാണ്. നേരത്തെ ഉറങ്ങിയാൽ ഓർമ്മശക്തി കൂടും, ഓർമ്മശക്തി കുറയും. ഏതാണ് ശരി? ഓർമ്മശക്തി കൂടും എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി 2ാമത്തെ പ്രവർത്തനം നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ. ഇപ്പോൾ നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ. അപ്പോൾ അവിടെ ആ പ്രവർത്തനം പറയുന്നത് താഴെ പറയുന്നവയിൽ ശരിയായവക്ക് അടിവരയിടാം എന്നാണ്. അപ്പോൾ അതിൽ നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങളും ഉണ്ട്, ഗുണങ്ങളല്ലാത്തതും ഉണ്ട്. അപ്പോൾ ഏതാണോ ശരി? നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾക്ക് മാത്രം, അതിൻ്റെ അടിയിൽ മാത്രമാണ് അടിവരയിടേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? പെരുമാറ്റം നന്നാവും അല്ലേ? ശരിയാണ്. നേരത്തെ ഉറങ്ങിയാൽ പെരുമാറ്റം നന്നാവും. അപ്പോൾ അതിൻ്റെ അടിയിൽ വരയിടാം. പിന്നെയോ ആരോഗ്യം കൂടും, അതും ശരിയാണ്. പിന്നെയോ സന്തോഷം നഷ്ടപ്പെടും, അത് ശരിയാണോ? അത് തെറ്റാണ് അല്ലേ? അപ്പോൾ അതൊന്നും ചെയ്യേണ്ടതില്ല. പിന്നെ അതിൻ്റെ അടിയിലുള്ളതോ പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും, ശരിയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ അടിവര ഇടുക. പിന്നെയോ അവസാനത്തത് സന്തോഷമുണ്ടാകും, അതും ശരിയാണ്. അപ്പം ഇതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ അടിവര ഇടുക. ഇനി 3ാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. 5ഓളം ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തത്. ഉറക്കം അള്ളാഹു നൽകിയ വലിയ, ബാക്കി എന്താണ് എഴുതാനുള്ളത്? അനുഗ്രഹമാണ്. അപ്പോൾ അവിടെ അനുഗ്രഹമാണ് എന്ന് എഴുതി കൊടുക്കുക. 2ാമത്തത്. ഇശാഇന് ശേഷം സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാക്കി എന്താണ്? ഇഷ്ടമായിരുന്നില്ല അല്ലേ? അപ്പോൾ അവിടെ ഇഷ്ടമായിരുന്നില്ല എന്നാണ് എഴുതി കൊടുക്കാനുള്ളത്. 3ാമത്തത്. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ആരാണ്? ഉപ്പ അല്ലേ? ഉപ്പയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. 4ാമത്തത്. മാതാപിതാക്കളെ നാം സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം. അപ്പോൾ അവിടെ അനുസരിക്കുകയും വേണം എന്ന് എഴുതി കൊടുക്കുക. 5ാമത്തത്. ഗർഭം ചുമന്നതും വേദന സഹിച്ചു പ്രസവിച്ചതും ഉമ്മയാണ് അല്ലേ? അപ്പോൾ അവിടെ ഉമ്മയാണ് എന്നുള്ളതാണ് പൂർത്തിയാക്കിയിട്ട് എഴുതാനുള്ളത്. ഇനി നമുക്ക് 4ാമത്തെ പ്രവർത്തനം നോക്കാം. ഉത്തരം എഴുതാം. അപ്പോൾ അവിടെ ആകെ 2 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. 2 ചോദ്യങ്ങളും നല്ല രൂപത്തിൽ വായിക്കുക. എന്നിട്ട് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എഴുതാനാണ്. അപ്പോൾ ഒന്നാമത്തത്. വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ പറയണം എന്ത്? അപ്പോൾ വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ പറയേണ്ടത് എന്താണ്? ബിസ്മില്ലാഹി റഹ്മാനി റഹീം അല്ലേ? അപ്പോൾ അവിടെ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് എഴുതി കൊടുക്കുക. 2ാമത്തത്. അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും എപ്പോൾ? എപ്പോഴാണ് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുക?
ഉത്തരം മാതാപിതാക്കളെ നാം ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ മാതാപിതാക്കളെ നാം ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മയും എന്ത് ചെയ്യും? ഇഷ്ടപ്പെടും. അപ്പോൾ അവിടെ എഴുതാനുള്ളത് മാതാപിതാക്കളെ നാം ഇഷ്ടപ്പെട്ടാൽ എന്നുള്ളതാണ്. ഇനി 5-ാമത്തെ പ്രവർത്തനം ക്രമത്തിലാക്കാം എന്നുള്ളതാണ്. വളരെയധികം സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അവിടെ കുറച്ച് വാക്കുകൾ ക്രമം തെറ്റിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ക്രമത്തിലാക്കി എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമുക്ക് എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ അവിടെ നൽകിയത് എന്താണ്? റിള അൽ വാലിദൈനി റബ്ബി ഫീ റിള. അപ്പം അത് എങ്ങനെ വരും? ക്രമത്തിലാക്കി എഴുതുമ്പോൾ റിള റബ്ബി ഫീ റിളൽ വാലിദൈനി, റിള റബ്ബി ഫീ റിളൽ വാലിദൈനി എന്ന് വരും. ഇനി 6-ാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും ഒരൊറ്റ ക്വസ്റ്റ്യന് മാത്രമേ നൽകിയിട്ടുള്ളൂ. അപ്പോൾ അത് നല്ല രൂപത്തിൽ നോക്കിയിട്ട് പൂരിപ്പിച്ചെഴുതുക. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ബിസ്മി ഡാഷ് നാം, ബിസ്മി ഡാഷ് കുടിക്കുക നാം. അപ്പം അങ്ങനെയാണ്. അപ്പം അത് പൂരിപ്പിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? അവിടെ പറഞ്ഞ് തിന്നുക, അതുപോലെ പറഞ്ഞു. അപ്പോൾ അതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. അപ്പോൾ അത് പൂരിപ്പിച്ച് എഴുതുമ്പം ഏത് രൂപത്തിലാണ് വരിക? ബിസ്മി പറഞ്ഞ് തിന്നുക നാം, ബിസ്മി പറഞ്ഞ് കുടിക്കുക നാം. അപ്പോൾ അതൊരു ബൈത്തിലെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ ആ ബൈത്തിലെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക, ബൈത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഈ വരി തന്നെ അടുത്ത എക്സാമിനും വരണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മോഡലിൽ വരാൻ സാധ്യതയുള്ള ബൈത്തുകളൊക്കെ നമ്മൾ മനഃപ്പാഠമാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഇനി ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യമാണ് വ്യക്തമാക്കാം എന്നുള്ളത്. അവിടെയും ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. അതും വളരെയധികം സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. സലാം മടക്കേണ്ട വാചകം ഏതാണ്? സലാം മടക്കേണ്ട വാചകം ഏതാണ്? ഉത്തരം വഅലൈക്കുമുസ്സലാം. അപ്പോൾ വഅലൈക്കുമുസ്സലാം എന്നുള്ളതാണ് സലാം മടക്കേണ്ട വാചകം. ഇനി നമുക്കൊരു മറ്റൊരു ക്വസ്റ്റ്യനോടും പ്രതീക്ഷിക്കാം. എന്താണ്? സലാമിൻ്റെ വചനം ഏതാണ്? അല്ലേ? സലാം എങ്ങനെയാണ് പറയുക? അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാലാണ് നമ്മൾ വഅലൈക്കുമുസ്സലാം എന്ന് പറയേണ്ടത്. അപ്പോൾ അത് രണ്ടും നല്ല രൂപത്തിൽ പഠിക്കുക. എക്സാം പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ദുആ വസിയത്തോടെ നിർത്തുന്നു. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.